പ്രവാസ ലോകത്ത് നിന്നുള്ള വാർത്തകൾ. ഇന്ത്യ US വ്യാപാര കരാറിൽ നേട്ടം ചൈനയ്ക്കെന്ന ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൾ സിബൽ. താരിഫ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും സജീവ ചർച്ചകൾ നടത്തിവരുന്നതിനിടയിലാണ് ഈ പരാമർശം. ഇന്ത്യ US വ്യാപാര കരാർ അമേരിക്കയേക്കാൾ ചൈനയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൾ സിബൽ പറയുന്നു. ഉൽപ്പന്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉഭയകക്ഷി കരാർ ചർച്ച ചെയ്യാതെ എല്ലാ മേഖലകളിലുമുള്ള വ്യാപാര കരാർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് US-നല്ല ചൈനയ്ക്കായിരിക്കുമെന്നാണ് സിബവിന്റെ മുന്നറിയിപ്പ്. താരിഫ് വിഷയത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ട്രംപ്. ഇന്ത്യയുമായുള്ള $100 ബില്യൺ വ്യാപാര കമ്മി സംബന്ധിച്ച ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും യഥാർത്ഥ കണക്ക് $46 ബില്യൺ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല US-ന് ഇന്ത്യയിലേക്ക് ഒന്നും കയറ്റുമതി ചെയ്യാൻ കഴിയില്ല എന്ന ട്രംപിന്റെ വാദത്തെ അദ്ദേഹം നിരാകരിച്ചു. ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ കയറ്റുമതി പ്രതിവർഷം ഏകദേശം $46 ബില്യൺ സിബൽ ചൂണ്ടിക്കാട്ടി. നിലവിൽ താരിഫ് കുറയ്ക്കുന്നതിനുള്ള ചർച്ചകളിൽ ഇന്ത്യയും അമേരിക്കയും ഏർപ്പെട്ടിരിക്കുകയാണ്. ചർച്ചകൾ പ്രാരംഭഘട്ടത്തിലാണ്. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം അമേരിക്കയിലെത്തി US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കുമായും US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ വരവോടെ കോടീശ്വരന്മാരുടെ ആസ്തികൾ ഇടിയുന്നതായി റിപ്പോർട്ട്. ഇലോൺ മസ്കിന് $132 ബില്യൺ ആസ്തിയാണ് ഈ വർഷം നഷ്ടമായത്. ലോകത്തിലെ ഏറ്റവും ധനികനായ എലോൺ മസ്കിന്റെ ആസ്തി ഈ വർഷം തുടക്കം മുതൽ $132 ബില്യൺ കുറഞ്ഞതായി ബ്ലൂംബർഗ് ബില്യണേഴ്സ് സൂചിക പറയുന്നു. 2024 ഡിസംബറിൽ $486 ബില്യൺ സമ്പത്തുണ്ടായിരുന്ന മസ്കിന് തിങ്കളാഴ്ച മാത്രം $29 ബില്യൺ നഷ്ടമായി. ടെസ്ലയുടെ ഓഹരി ഇടിവ്, നിക്ഷേപകരുടെ ആശങ്കകൾ, വിപണികളിലെ വിൽപ്പനയിലെ കുറവ് എന്നിവയാണ് അദ്ദേഹത്തിന്റെ സമ്പത്ത് കുറയാൻ കാരണമെന്ന് കരുതപ്പെടുന്നു. എന്നിരുന്നാലും സാമ്പത്തിക തിരിച്ചടികൾ നേരിടുന്ന നിരവധി ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് മസ്ക്. ആമസോൺ മേധാവി ജെഫ് ബെസോസ്, ആൽഫബറ്റിന്റെ മുൻ പ്രസിഡന്റ് സെർജി ബ്രീൻ, മെറ്റ മേധാവി മാർക്ക് സക്കർബർഗ്, LVMHന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബെർണാൾഡ് അർണോൾഡ് എന്നിവരുടെ ആസ്തിയിലും കനത്ത ഇടിവുണ്ടായിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായതിനു ശേഷം ശതകോടീശ്വരന്മാർക്ക് മൊത്തത്തിൽ $209 ബില്യൺ നഷ്ടമായി. ഓഹരി വിപണികളിലെ മാന്ദ്യവും US സർക്കാർ നയങ്ങളിലെ അനിശ്ചിതത്വവും അവരുടെ സമ്പത്തിലെ ഇടിവിന് കാരണമായി പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ക്രിമിനൽ കുറ്റമെന്ന സൗദി. $1,00,000 പിഴ നൽകേണ്ടി വരും. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് ക്രിമിനൽ കുറ്റമാണെന്നും 1 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. രോഗമില്ലാതെ അസുഖ അവധി റിപ്പോർട്ട് നൽകുന്ന ഡോക്ടർമാർ അച്ചടക്ക നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരം മെഡിക്കൽ റിപ്പോർട്ടുകൾ നൽകുന്ന പ്ലാറ്റ്ഫോമുകൾ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ്. ഇത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണെന്നും മന്ത്രാലയം പറയുന്നു. ഇത്തരം സേവനങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോമുകൾ നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത്. അവയ്ക്കെതിരെ വിചാരണ നടപടി സ്വീകരിക്കും. സെഹ്ഹാട്ടി പ്ലാറ്റ്ഫോമിന് മാത്രമേ രാജ്യത്ത് നിലവിൽ ഔദ്യോഗിക അസുഖ അവധി റിപ്പോർട്ടുകൾ നൽകാൻ അധികാരമുള്ളൂ. മറ്റു മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന റിപ്പോർട്ട് സ്വീകാര്യമല്ല. അത്തരം റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മെഡിക്കൽ ലീവിന്റെ ദുരുപയോഗം തടയുന്നതിനായി ആരോഗ്യ മന്ത്രാലയ അധികൃതർ മെഡിക്കൽ ലീവ് റിപ്പോർട്ടുകൾ രോഗികളുടെ ആരോഗ്യരേഖയുമായി ക്രോസ് ചെക്ക് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മോണിറ്ററിംഗ് സംവിധാനം അവതരിപ്പിച്ചിട്ടുണ്ട്. നിയമങ്ങൾ അനുസരിക്കുന്ന പ്രവണത ശക്തിപ്പെടുത്തുന്നതിനും വ്യാജരേഖ തടയുന്നതിനുമാണ് ഈ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2 വർഷത്തെ തൊഴിൽ വിസ സംവിധാനം മെച്ചപ്പെടുത്തി ദുബായ്. ഗോൾഡൻ വിസ യോഗ്യത വിപുലീകരിക്കുകയും ഇന്ത്യൻ പൗരന്മാർക്കുള്ള പ്രവേശന നടപടിക്രമങ്ങൾ ലളിതമാക്കുകയും ചെയ്തു. AI ഓട്ടോമേഷനിലൂടെയും ഡിജിറ്റൽ സ്ട്രീം ലൈനിങ്ങിലൂടെയും വിസ പ്രക്രിയ വേഗത്തിലും കാര്യക്ഷമവുമാക്കുകയാണ്. ജനറൽ ഡയറക്ടർ ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എംപ്ലോയ്മെന്റൈസേഷൻ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള അപ്ഡേറ്റുകൾ ഗോൾഡൻ വിസ യോഗ്യത വിപുലീകരിക്കും. പുതുക്കിയ പ്രക്രിയ പ്രകാരം UAE രജിസ്റ്റർ ചെയ്ത തൊഴിലുടമയിൽ നിന്ന് സ്ഥിരീകരിച്ച തൊഴിൽ വാഗ്ദാനം വിസയ്ക്ക് ആവശ്യമാണ്. തൊഴിലുടമ സ്പോൺസറായി പ്രവർത്തിച്ചുകൊണ്ട് വിസ അപേക്ഷ കൈകാര്യം ചെയ്യുന്നു. വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിനുള്ള കമ്പനിയുടെ അംഗീകാരം ദുബായ് മാനവ വിഭവശേഷി മന്ത്രാലയം പരിശോധിക്കും. വർക്ക് പെർമിറ്റിന് അംഗീകാരം ലഭിച്ചാൽ ബയോമെട്രിക് പരിശോധന ഉൾപ്പെടുന്ന എമിറേറ്റ്സ് ID-ക്കായി അപേക്ഷകർ രജിസ്റ്റർ ചെയ്യണം. ഇതിനോടൊപ്പം നിർബന്ധിത മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധന ആവശ്യമാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ GDRFA അപേക്ഷകന്റെ പാസ്പോർട്ടിൽ തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യുകയും അവരുടെ നിയമപരമായ റെസിഡൻസി അന്തിമമാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
പാരന്റ്സ് ആൻഡ് ഗ്രാൻഡ് പാരന്റ്സ് സ്പോൺസർഷിപ്പുകൾ വീണ്ടും ആരംഭിക്കാൻ കാനഡ 2025-ൽ 10,000 അപേക്ഷകൾ ക്ഷണിക്കും. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷമാണ് പുതിയ പദ്ധതി കാനഡ പ്രഖ്യാപിച്ചത്. മാർച്ച് 7-ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ PGP പ്രോഗ്രാമിന് കീഴിൽ സ്പോൺസർഷിപ്പിനായി 10,000 അപേക്ഷകൾ വരെ സ്വീകരിക്കാൻ ലക്ഷ്യമിടുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം PGP കീഴിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നില്ല. 2024 മുതലുള്ള അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്നും ജനുവരിയിൽ വ്യക്തമാക്കിയിരുന്നു. ഈ വർഷം അവസരം ലഭിക്കാത്തതിൽ ആശങ്കയുണ്ടായിരുന്ന പലർക്കും ഈ തീരുമാനം ആശ്വാസമായേക്കും. എന്നാൽ അപേക്ഷകൾ എപ്പോൾ അംഗീകരിക്കപ്പെടും എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വരും മാസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ സർക്കാർ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെയുള്ള അപേക്ഷകൾക്ക് മുൻഗണന നൽകുന്നതിലൂടെ പ്രോസസ്സിംഗ് സമയം മെച്ചപ്പെടുത്താനും സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഇമിഗ്രേഷൻ വിഭാഗം ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉത്സവകാല യാത്ര മികച്ചതാക്കാൻ ആകർഷക ഓഫറുകളുമായി എയർലൈനുകൾ. ആകാശ എയറും ഇൻഡിഗോയും പരിമിതമായ സമയത്തേക്ക് നിശ്ചിത നിരക്കിൽ ഇളവുകൾ അവതരിപ്പിച്ചു. ഹോളി അടുത്തിരിക്കെ ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകളിൽ ഓഫറുകൾ വാഗ്ദാനം ചെയ്ത് ഇന്ത്യയിലെ എയർലൈനുകൾ. ആകാശ എയർ, ഇൻഡിഗോ, സ്റ്റാർ എയർ എന്നിവയെല്ലാം പരിമിതമായ സമയനിരക്കിൽ ഇളവുകൾ അവതരിപ്പിച്ചു. ഇത് ഉത്സവ സീസണിൽ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന യാത്രക്കാർക്ക് വിമാനയാത്ര കൂടുതൽ താങ്ങാവുന്നതാക്കും. ആകാശ എയറിന്റെ വൺ വേ ആഭ്യന്തര ടിക്കറ്റുകൾ 1499 രൂപ മുതൽ ആരംഭിക്കുന്നു. ഹോളി 15 എന്ന പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിൽ സേവർ, ഫ്ലെക്സി അടിസ്ഥാന നിരക്കുകൾ 15% വരെ കിഴിവ് ലഭിക്കും. കൂടാതെ എല്ലാ ഫ്ലൈറ്റുകൾക്കും സീറ്റ് തിരഞ്ഞെടുക്കുന്നതിന് എയർലൈൻ ഫ്ലാറ്റ് 50 കിഴിവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2025 മാർച്ച് 17 മുതൽ 2025 മാർച്ച് 10-നും മാർച്ച് 13-നും ഇടയിൽ നടത്തിയ ബുക്കിംഗുകൾക്ക് ഈ വിൽപ്പന ബാധകമാണ്. ഇത് ആകാശ എയറിന്റെ നെറ്റ്വർക്കിലുടനീളം നോൺ സ്റ്റോപ്പ് കണക്റ്റിംഗ് ഫ്ലൈറ്റുകളും ഉൾക്കൊള്ളുന്നു. ഓഫറുകൾ ലഭിക്കാൻ കുറഞ്ഞത് 7 ദിവസത്തെ മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.